അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഹദീസിലൂടെ. ഒരു ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന? റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യനെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഖാമ മിനൽ ലൈൽ, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഖാമ മിനൽ ലൈലി ഫസല്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. എന്നിട്ടോ ഐഖല സൗജഹു, അവന്റെ ഭാര്യയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഫസല്ലത്ത്, അങ്ങനെ അവളും നിസ്കരിക്കുന്നു. ഇൻ അബത്ത്, എഴുന്നേക്കാൻ വിസമ്മതിക്കുകയാണ് എങ്കിൽ നളഹ ഫി വജിഹിഹൽ മാ, അവളുടെ മുഖത്ത് വെള്ളം തളിച്ച് അവളെ എഴുന്നേക്കാൻ സഹായിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ് രണ്ടുപേരും നിസ്കരിക്കുന്നു. ആ ഭർത്താവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. തീർന്നില്ല. റഹിമല്ലാഹു മ്രഅത്തൻ, ഒരു ഭാര്യയെയും അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ, ഒരു പെണ്ണിനെ അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അവൾ എന്ത് ചെയ്യുന്നു? ഖാമത്ത് മിനൽ ലൈൽ ഫസല്ലത്ത്, രാത്രി എഴുന്നേറ്റ് അവൾ നിസ്കരിക്കുന്നു. എന്നിട്ടോ ഐഖല സൗജഹ, ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഫസല്ല, അങ്ങനെ അയാളും നിസ്കരിക്കുന്നു. ഇൻ അബാ, എഴുന്നേക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, അലസത കാണിക്കുകയാണെങ്കിൽ നളഹ ഫി വജിഹിഹിൽ മാ, മുഖത്ത് വെള്ളം തളിച്ചിട്ട് അയാൾക്ക് എഴുന്നേക്കാൻ സഹായിക്കുന്നു. അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഈ ഭർത്താവിനെയും ഈ ഭാര്യയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു എന്നുള്ളതാണ്. ബഹുമാനികളെ, നമുക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ലഭിക്കാൻ പറ്റുന്ന ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഇത് നാം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കൽ അനിവാര്യമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ് നമുക്ക് കിട്ടുന്നത്. നാം എന്തേ ചെയ്യേണ്ടതുള്ളൂ? രാത്രിയിൽ എഴുന്നേറ്റ് സുബ്ഹിക്ക് ഒരല്പം മുമ്പ് നാം എഴുന്നേൽക്കുകയും നമ്മുടെ കുടുംബങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഭാര്യമാരാണ് ആദ്യം എഴുന്നേൽക്കുന്നത് എങ്കിൽ ഭർത്താക്കന്മാരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക, മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഇതെല്ലാം പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നും റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് നാം സ്വീകരിക്കുന്ന സമയത്ത് നാം ചെയ്യുന്ന എന്തെല്ലാം സുഹൃതങ്ങളാണ്. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയല്ലോ, ഇബ്ലീസിന്റെ 3 കെട്ടുകളെ ഒഴിവാക്കാനും പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടെ, നല്ല ഉന്മേഷത്തോടുകൂടെ, ആത്മീയമായ ഉണർവോടുകൂടെ നമുക്ക് പ്രഭാതത്തിലാകാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ഹദീസിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സഫലീകരിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.